ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. നമ്മൾ ഫസ്റ്റ് ഇയറിലെ ക്ലാസ്സുകൾ തുടങ്ങുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇയറിൽ ഫിസിക്സിൽ പഠിക്കാനുള്ളത് 15 ചാപ്റ്ററുകളാണ്. അതിൽ ആദ്യത്തെ ചാപ്റ്ററാണ് മാഷിപ്പോൾ പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഫിസിക്കൽ വേൾഡ് എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. ഇറ്റ്സ് ഓൺലി ആൻ ഇൻട്രൊഡക്ഷൻ ടു ദ ഫിസിക്സ്. അതിൻ്റെ സ്കോപ്പ് എന്താണ്, മറ്റ് സബ്ജക്റ്റുകളുമായിട്ടുള്ള പ്രത്യേകതകൾ എന്താണ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൽ പരീക്ഷ ഓറിയൻറ്റഡ് ആയിട്ട് വളരെ ചുരുക്കം കാര്യങ്ങൾ മാത്രമേ പഠിക്കാനുള്ളൂ. ആ കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു പോകുന്നത്. ഓക്കെ, എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് വരാവുന്ന ചോദ്യങ്ങളുടെ ഭാഗങ്ങൾ മാത്രമാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ ഒരുപാട് ടൈപ്പ് ഓഫ് ഫോഴ്സുകൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? സർഫേസ് ടെൻഷൻ, പ്രതല ബലം, ഭൂഗുരുത്വ ബലം അല്ലേ? ഇങ്ങനെ ഒരുപാട് ഇലക്ട്രിക്, മാഗ്നറ്റിക്, ഇങ്ങനെ ഒരുപാട് ഫോഴ്സുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് മെയിനായിട്ട് ഇവിടെ ചോദിക്കുക, നമ്മുടെ നാച്ചുറൽ ഒരുപാട് ഫണ്ടമെൻ്റൽ ഫോഴ്സുകൾ വരുന്നുണ്ട്. ഓക്കെ, അതായത് വാട്ട് ആർ ദ ഫണ്ടമെൻ്റൽ ഫോഴ്സസ് ഇൻ നാച്ചർ എന്ന് ചോദിക്കും. എന്താണ് ഫണ്ടമെൻ്റൽ? വാട്ട് ആർ ദ ഫണ്ടമെൻ്റൽ ഫോഴ്സസ് ഇൻ നാച്ചർ? ഇപ്പോൾ വാട്ട് ആർ ദ ഫണ്ടമെൻ്റൽ ഫോഴ്സസ് ഇൻ നേച്ചർ എന്ന് ചോദിച്ചാൽ അടിസ്ഥാന ബലങ്ങൾ, പ്രകൃതിയിലെ അടിസ്ഥാന ബലങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ആദ്യം നമ്പർ ഇട്ടൊന്ന് എഴുതി വയ്ക്കാം. ഓക്കെ, ഒന്നാമത്തത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഓക്കെ, രണ്ടാമത്തത് സെക്കൻഡ് വൺ വീക്ക് ഫോഴ്സ്. വീക്ക് ഫോഴ്സ്, ഇതിന് നമ്മൾ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് എന്നും പറയാറുണ്ട് കേട്ടോ. വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് എന്നും പറയും. ആൻഡ് തേർഡ് വൺ ഇലക്ട്രോ മാഗ്നറ്റിക് force. And the last one, that is the fourth one, strong force. Strong force, ഇതിനെ നമ്മൾ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സും പറയും. സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ഓക്കെ, അപ്പോൾ വാട്ട് ആർ ദ ഫണ്ടമെൻ്റൽ ഫോഴ്സസ് ഇൻ നാച്ചർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, weak force or weak nuclear force, electromagnetic force, strong force. ഓക്കെ, ഇനി എക്സാംസിന് ചോദിക്കുന്നത് ഈ ഫോഴ്സുകളുടെയൊക്കെ ചില പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകൾ നമ്മൾ പഠിച്ചു വയ്ക്കണം. ആദ്യം ഈ ഓരോ ഫോഴ്സും ഏത് സിറ്റുവേഷനിലാണ് നമ്മൾ ആക്ട് ചെയ്യുന്നതെന്ന് ചോദിക്കും. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് പറഞ്ഞാൽ എങ്ങനെയാ, എവിടെയാ? നിങ്ങൾ ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ പഠിച്ചിട്ടുണ്ട് അല്ലേ? The gravitational force means force of interaction between any two masses in the universe. Any two masses. ഭൂമിയിലെ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിലെ ഏതെങ്കിലും രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ഫോഴ്സിനെയാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത, ഇറ്റ് ഈസ് ഓൾവേസ് അട്രാക്റ്റീവ് ഇൻ നേച്ചർ. ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും അട്രാക്റ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫോഴ്സ് ബിറ്റ്വീൻ എനി ടു ബോഡി അല്ലെങ്കിൽ എനി ടു മാസസ് ഇൻ ദ യൂണിവേഴ്സ്, ദാറ്റ് ഈസ് അട്രാക്റ്റീവ് ഇൻ നേച്ചർ. ഓക്കെ, നൗ വീക്ക് ഫോഴ്സ് എന്ന് പറയുന്നത്, അതിനെ നമ്മൾ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് എന്നും പറയും. ആക്ച്വലി ഈ ഒരു ഫോഴ്സ് ഉണ്ടാവുന്നത് റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുന്ന ഫിനോമിനലാണ്. റേഡിയോ ആക്ടിവിറ്റി, നിങ്ങൾ ആൽഫ ഡി കെ, ബീറ്റ ഡി കെ എന്നൊക്കെ കേൾക്കും. അതിൽ ബീറ്റ ഡി കെയിൽ വരുന്ന വൺ ഓഫ് ദി ഫോഴ്സ് ആണ് വീക്ക് ഫോഴ്സ്. ക്ലിയർ? ന്യൂട്രോൺ, ന്യൂട്രിനോ എന്ന് പറയുന്ന പാർട്ടിക്കിൾസ് വരുന്നുണ്ട്. അപ്പോൾ ആ പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഇൻറ്ററാക്ഷൻ എന്ന് പറയുന്നത് വീക്ക് ഫോഴ്സ് ആണ്. വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ഓർ ഈസ് ആക്ടിങ് ഇൻ റേഡിയോ ആക്ടിവിറ്റി. The force which arises in radio activity. ഓക്കെ, ഇനി ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നതോ? ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്
പേര് തന്നെയുണ്ട് അല്ലേ? ഇറ്റ് ഈസ് ബിറ്റ്വീൻ എനി ടു ചാർജസ്, എനി ടു ചാർജ്ഡ് പാർട്ടിക്കിൾ, രണ്ട് ചാർജ്ഡ് പാർട്ടിക്കിൾ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് ഇൻട്രാക്ഷൻ ആണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ബിറ്റ്വീൻ എനി ടു ചാർജ്ഡ് ബോഡി ഓർ എനി ടു ചാർജസ്. നൗ ദ ലാസ്റ്റ് വൺ, ദ സ്ട്രോങ് ഫോഴ്സ് ഓർ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എവിടെ ആക്ട് ചെയ്യുന്നുണ്ടാവുക? ഇറ്റ് ഈസ് വിത്തിൻ ദ ന്യൂക്ലിയസ്. ന്യൂക്ലിയസിനകത്താണ് ഈ ഒരു ഫോഴ്സ് അനുഭവപ്പെടുന്നത്. ദാറ്റ് ഈസ് ബിറ്റ്വീൻ the force acting between nucleons. എന്താ ഈ ന്യൂക്ലിയോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ന്യൂക്ലിയോൺസ്, ദേ ആർ പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ്. പ്രോട്ടോൺസിൻ്റെയും ന്യൂട്രോൺസിൻ്റെയും നമ്മൾ ഒന്നിച്ചാണ് ന്യൂക്ലിയോൺ എന്ന് പറയുക. അപ്പോൾ ഒരു ന്യൂക്ലിയസിനകത്തുള്ള പ്രോട്ടോണുകളെയും ന്യൂട്രോണുകളെയും ബൈൻഡ് ചെയ്ത് നിർത്തുന്ന ഫോഴ്സിനെയാണ് എന്ത് പറയുക? സ്ട്രോങ് ഫോഴ്സ് ഓർ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ഓക്കെ, ഇനി ഇവിടെ ഓർത്തു വെക്കേണ്ട ഒരു കാര്യം, ഈ 4 ഫണ്ടമെൻ്റൽ ഫോഴ്സുകളുടെയും റേഞ്ച് ചോദിക്കാം. എങ്ങനെയാണ്? അതിൽ ഏറ്റവും വീക്കസ്റ്റ്, അതുപോലെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ്, ഏറ്റവും ഷോർട്ട് റേഞ്ച്, ഏറ്റവും ലോങ് റേഞ്ച്, അങ്ങനെയൊക്കെ ചോദിക്കും. അപ്പോൾ ഇതിൽ ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്നത്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇറ്റ് ഈസ് എ ലോങ് റേഞ്ച് ഫോഴ്സ് ആണ്. ലോങ് റേഞ്ച് ഫോഴ്സ് ആണ്. ദ ലോങ്ങസ്റ്റ് റേഞ്ച്, ദ ലോങ് റേഞ്ച് ഫോഴ്സ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആണ്. അതേപോലെ ന്യൂക്ലിയർ ഫോഴ്സിൻ്റെ പ്രത്യേകത, അത് സ്ട്രോങ് ആണെങ്കിലും വീക്ക് ആണെങ്കിലും ന്യൂക്ലിയർ ഫോഴ്സ് ആണ് ആക്ച്വലി ദ ഷോർട്ട് റേഞ്ച് ഫോഴ്സ്. ഷോർട്ട് റേഞ്ച് ഫോഴ്സ് ആണ്. ഇത് ഓൺലി വിത്തിൻ ദ ന്യൂക്ലിയർ സൈസ് 10⁻⁻15 മീറ്ററിൽ മാത്രമാണ് ഈ ഒരു ഫോഴ്സ് അനുഭവപ്പെടുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് ഷോർട്ടസ്റ്റ് റേഞ്ച്. ലോങ് റേഞ്ച് എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷൻ ആണ്. ക്ലിയർ ആയോ? ഇനി നമ്മുടെ ഈ 4 ഫോഴ്സുകളിൽ ഏറ്റവും സ്ട്രോങ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പേര് തന്നെയുണ്ട് അല്ലേ? നമ്മുടെ ന്യൂക്ലിയർ ആണ് സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. ന്യൂക്ലിയർ ഫോഴ്സ് ആണ് സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ്. സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് ഇൻ നേച്ചർ എന്ന് പറയുന്നത് ന്യൂക്ലിയർ ഫോഴ്സ്. അപ്പോൾ ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്നതാണ് ദ വീക്കസ്റ്റ് ഫോഴ്സ്. അല്ലാതെ വീക്ക് ഫോഴ്സ് എന്ന് എഴുതി വെക്കരുത് കേട്ടോ. അതായത് വിച്ച് ഈസ് ദ വീക്കസ്റ്റ് ഫോഴ്സ് ഇൻ നേച്ചർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. അല്ലാണ്ട് നമ്മുടെ വീക്ക് ഫോഴ്സ് എന്ന് പേര് കാണുമ്പോൾ അത് എഴുതി വെക്കരുത്. 4 ഫണ്ടമെൻ്റൽ ഫോഴ്സുകളിൽ ഏറ്റവും വീക്ക് എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. ഏറ്റവും സ്ട്രോങ് എന്ന് പറയുന്നത് ന്യൂക്ലിയർ ഫോഴ്സ് ആണ്. ഇനി ന്യൂക്ലിയർ ഫോഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു, ന്യൂട്രോണും പ്രോട്ടോണുകളും അല്ലെങ്കിൽ ന്യൂക്ലിയോൺസ് തമ്മിലുള്ള ഫോഴ്സിനെയാണ് സ്ട്രോങ് ഫോഴ്സ് എന്ന് പറയുന്നത് അല്ലേ? അപ്പം അത് ചാർജിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല കേട്ടോ. ഇറ്റ് ഈസ് ചാർജ് ഇൻഡിപെൻഡൻ്റ് എന്നാണ് പറയുക. ഇറ്റ് ഈസ് എ ചാർജ് ഇൻഡിപെൻഡൻ്റ് ഫോഴ്സ് എന്നാണ് പറയുക. അതായത് ന്യൂട്രോണും തമ്മിലായാലും പ്രോട്ടോൺ തമ്മിലായാലും പ്രോട്ടോൺ തമ്മിലായാലും ഒരേ രീതിയിലാണ് സ്ട്രോങ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ചാർജ് ഇൻഡിപെൻഡൻ്റ് എന്നാണ് പറയുക. ക്ലിയർ ആയോ? എക്സാമിന് ഇവിടുന്ന് ചോദിക്കുന്നത് ഇതൊക്കെ തന്നെയാണ്. ഏതാണ് ലോങ് റേഞ്ച്, ഏതാണ് ഷോർട്ട് റേഞ്ച്, ഏതാണ് വീക്കസ്റ്റ്, ഏതാണ് സ്ട്രോങ്ങസ്റ്റ്, പിന്നെ ഈ ഓരോ ഫോഴ്സുകൾ എപ്പോഴൊക്കെയാണ് ആക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇനി ഇതിൻ്റെ റിലേറ്റീവ് കമ്പാരിസൺ ചോദിക്കാറുണ്ട്. അതായത് വാട്ട് ആർ ദ റിലേറ്റീവ് സ്ട്രെങ്ത് ഓഫ് ഡിഫറെൻറ്റ് ഫണ്ടമെൻ്റൽ ഫോഴ്സസ്. കമ്പയർ ചെയ്യാം. അതായത് അതിൻ്റെ ഫോഴ്സ് എത്രത്തോളം അല്ലെങ്കിൽ സ്ട്രെങ്ത് എത്രത്തോളം ഉണ്ടെന്നുള്ളത് കമ്പയർ ചെയ്യാൻ പറയും. അപ്പോൾ നമുക്ക് ന്യൂക്ലിയർ ഫോഴ്സിനെ നമ്മൾ FN എന്ന് കാണിക്കുന്നു. ദെൻ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സിനെ FE എന്ന് കാണിക്കുന്നു. വീക്ക് ഫോഴ്സിനെ FW എന്ന് കാണിക്കുന്നു.
ഗ്രാവിറ്റേഷൻ ഫോഴ്സിനെ എഫ് ജി എന്ന് കാണിക്കുന്നു. അപ്പോൾ ഇവയുടെ റേഷ്യോസ് അല്ലെങ്കിൽ റിലേറ്റീവ് സ്ട്രെങ്ത് ഈ രീതിയിൽ കമ്പയർ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെങ്ങനെയാണ് ചെയ്യുക? നോക്കൂ, ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത് 1 എന്ന് കൊടുക്കുകയാണെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എത്രയായിരിക്കും അല്ലേ? ഇങ്ങോട്ട് വരുമ്പോൾ അതിൻ്റെ സ്ട്രെങ്ത് കുറയണം. അപ്പോൾ ഇറ്റ് ഈസ് -2. ഇത് 1 എന്ന് എടുത്തു കഴിഞ്ഞാൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എത്രയേ ഉണ്ടാവുള്ളൂ? 10⁻². ക്ലിയർ? അത്രയും കുറവായിരിക്കും. ഇനി അതിനെ കമ്പയർ ചെയ്യുമ്പോൾ 1 ന്യൂക്ലിയർ ഫോഴ്സ് ആണെങ്കിൽ വീക്ക് ഫോഴ്സ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10⁻13 ഉണ്ടാവുള്ളൂ. അത്രയും കുറഞ്ഞു. ക്ലിയർ? 10⁻2 പിന്നെ -13 ആണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ന്യൂക്ലിയർ ഫോഴ്സ് 1 ആകുമ്പോൾ അതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് വളരെ വളരെ കുറവാണ്. ഇറ്റ് ഈസ് -39 എന്നാണ് വരിക. ചില ടെക്സ്റ്റിലത് 36 എന്ന് കാണാറുണ്ട്. ഇതൊക്കെ ഒരു ആർബിട്രറി കമ്പാരിസൺ മാത്രമാണ് കേട്ടോ, എക്സാക്റ്റ് വാല്യൂസ് അല്ല. അപ്പോൾ ചില ടെക്സ്റ്റിൽ -39 എന്നുള്ളത് -36 എന്ന് കാണാറുണ്ട്. അപ്പോൾ നോക്കൂ, വാട്ട് ആർ ദ റിലേറ്റീവ് സ്ട്രെങ്ത് ഓഫ് ഡിഫറെൻറ്റ് ഫണ്ടമെൻ്റൽ ഫോഴ്സസ് ഇൻ നേച്ചർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ FN ഈശു FE ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്, ഈശു FV വീക്ക് ഫോഴ്സ്, അതായത് FW എന്ന് കൊടുക്കുന്നത് വീക്ക് ഫോഴ്സ്, ഈശു ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1:10⁻², ഈശു 10⁻13, ഈശു 10⁻39. ക്ലിയർ ആയോ? അപ്പോൾ ഇവിടെ ഈ കമ്പാരിസൺ കറക്റ്റായിട്ട് ഓർത്ത് വയ്ക്കുക. ഇനി മുമ്പൊരു എക്സാമിന് ചെറിയൊരു ക്വസ്റ്റ്യൻ ഇവിടെ നിന്ന് വന്നിരുന്നു. ചോദ്യം ഇതാണ്, വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ഇലക്ട്രിക് ഫോഴ്സ് ടു ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ബിറ്റ്വീൻ 2 പ്രോട്ടോൺസ് സെപ്പറേറ്റഡ് ബൈ സെയിം ഡിസ്റ്റൻസ്. ക്ലിയർ? അതായത് R ഡിസ്റ്റൻസിൽ 2 പ്രോട്ടോണുകളെ നമ്മളിങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. R ഡിസ്റ്റൻസിൽ 2 പ്രോട്ടോൺസിനെ, പ്രോട്ടോൺസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജാണ് അല്ലേ? ഈ 2 പോസിറ്റീവ് ചാർജസ് അല്ലെങ്കിൽ പ്രോട്ടോൺസിനെ നമ്മൾ R ദൂരം കൊണ്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പ്രോട്ടോൺസിനിടയ്ക്കുള്ള ഇലക്ട്രിക് ഫോഴ്സ് ടു ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഈ റേഷ്യോ കണ്ടുപിടിക്കാനാണ് ചോദ്യം. എങ്ങനെയാണ് നമ്മൾ ചെയ്യുക? ഇലക്ട്രിക് ഫോഴ്സിൻ്റെ ഇക്വേഷൻ ആക്ച്വലി അത് നിങ്ങൾ സെക്കൻഡ് ഇയറിലാണ് പഠിക്കുന്നത്, ഫസ്റ്റ് ഇയറിൽ ഇപ്പോൾ പഠിക്കാനില്ല. ഇപ്പോൾ ഡയറക്റ്റഡ് ഇക്വേഷൻസ് എന്ന് പറയാം. 1/4πε0 Q1 Q2 R² എന്നാണ് നമ്മുടെ കുളൂംസ് ലോ പ്രകാരം ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിനുള്ള ഇക്വേഷൻ. ഇനി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ FG എന്ന് പറയുമ്പോൾ ഓർമ്മയുണ്ടോ? നമ്മൾ ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ഭാഗത്തിലൊക്കെ പഠിക്കുന്നുണ്ട് ചെറിയ ക്ലാസ്സുകളിൽ. FG = Gm1m2/R² എന്നാണ് അതിൻ്റെ ഇക്വേഷൻ. ക്ലിയർ ആയോ? അപ്പോൾ ഈ 2 ഇക്വേഷൻസ് ഉപയോഗിച്ചാണ് ഈ റേഷ്യോ നമ്മൾ കണ്ടുപിടിക്കുക. ഓക്കെ, ഒന്ന് ചെയ്ത് നോക്കൂ. ഓക്കെ, അപ്പോൾ ഇവിടെ വാല്യൂസ് നമുക്ക് അറിഞ്ഞിരിക്കണം. 2 പ്രോട്ടോണുകളുടെ ചാർജ്, പ്രോട്ടോണിൻ്റെ ചാർജ് എത്രയാ? ഇലക്ട്രോണിൻ്റെ ചാർജ് തന്നെ അല്ലേ? അത് പോസിറ്റീവായിട്ട് എഴുതിയാൽ മതി. ഇനി പ്രോട്ടോണിൻ്റെ മാസ് എത്രയാ? 1.6 × 10⁻27 അല്ലേ? അപ്പോൾ നോക്കൂ, ഈസ് ഈക്വൽ ടു 1/4πε0 എന്ന് പറയുന്നതിൻ്റെ വാല്യൂ 9 × 10⁻9 ആണ്. നിങ്ങൾ സെക്കൻഡ് ഇയറിലാണ് പഠിക്കുക. ഇൻറ്റു Q1 Q2 1.6 × 10⁻19 പ്രോട്ടോണിൻ്റെ ചാർജ്, ഇതിൻ്റെ സ്ക്വയർ അല്ലേ? 2 1 തന്നെയല്ലേ? അപ്പോൾ നമുക്ക് സ്ക്വയർ ചെയ്യാം. ഡിവൈഡഡ് ബൈ R². ഇവിടെ നമുക്ക് ദൂരത്തിൻ്റെ ആവശ്യമില്ല റേഷ്യോ കണ്ടുപിടിക്കുമ്പോൾ. ഇനി FG എന്ന് പറയുമ്പോഴോ ഇത് 6.67 × 10⁻11 ഇൻറ്റു 1.6 × 10⁻27 ഇതിൻ്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ R². ഓക്കെ, അപ്പോൾ ഈസ് ഈക്വൽ ടു, ഇതാണ് നമുക്കിങ്ങനെ കിട്ടുന്നത് FGയും FEയും. അപ്പോൾ FE ഡിവൈഡഡ് ബൈ FG ആണ് നമ്മളോട് ചോദിച്ചത്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇത് 2 ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ R² അങ്ങ് ക്യാൻസൽ ചെയ്ത് പോകും അല്ലേ? അപ്പോൾ 9 ×
10 power 9 into 1.6 into 10 power minus 19 square divided by 6.67 into 10 power minus 11 into 1.6 into 10 power minus 27 സ്ക്വയർ. ഓക്കെ, ഇത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഇലക്ട്രോ സ്റ്റാറ്റിക് ഫോഴ്സും ഗ്രാവിറ്റേഷണൽ ഫോഴ്സും തമ്മിലുള്ള റേഷ്യോ ആണ് നമ്മൾ കാണുന്നത് അല്ലേ. ഇതൊന്ന് സോൾവ് ചെയ്ത് നോക്കൂ, എത്ര കിട്ടുമെന്ന് നോക്കൂ. ഓക്കെ, ചെയ്ത് നോക്കിയോ? ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഈക്വൽ ടു 10 power 36 എന്നാണ്. 1 point something into 10 power 36 എന്നാണ് വാല്യൂ വരിക. അപ്പോൾ ഇതാണ് ഇങ്ങനെ റേഷ്യോ കണ്ടുപിടിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യേണ്ടത്. ഓക്കെ, ഇലക്ട്രോ സ്റ്റാറ്റിക് ഫോഴ്സ് ബിറ്റ്വീൻ ഇലക്ട്രിക് ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജ്ഡ് പാർട്ടിക്കിൾ ദാറ്റ് ഈസ് പ്രോട്ടോൺസ് ടു ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ 10 power 36 എന്നാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഗ്രാവിറ്റേഷൻ കമ്പയർ ചെയ്യുമ്പോഴത് വളരെ വളരെ കൂടുതലാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ഈ ഒരു ഭാഗം വെരി ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിച്ചു വയ്ക്കുക. ഇനി നമ്മൾ ഫസ്റ്റ് ഇയറിൽ തന്നെ ഓരോ ചാപ്റ്റേഴ്സിലായിട്ട് ഒരുപാട് കൺസർവേഷൻ ലോസ് പഠിക്കുന്നുണ്ട്, സംരക്ഷണ നിയമങ്ങൾ അല്ലേ. നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ കൺസർവേഷൻ ഓഫ് എനർജി പഠിച്ചിട്ടുണ്ട്, കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം പഠിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഒരുപാട് കൺസർവേഷൻ ലോസ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഓർത്തു വയ്ക്കാനുള്ളത് ഈ എല്ലാ കൺസർവേഷൻ ലോസും എല്ലാ ഫോഴ്സിനും ഒരുപോലെ ബാധകമല്ല. അതായത് ഇപ്പോൾ ചില ഫോഴ്സുകളിൽ ചില കൺസർവേഷൻ ലോസ് ഒബേ ചെയ്യുന്നുണ്ടെങ്കിൽ അതുപോലെ അതേ കൺസർവേഷൻ ലോ തന്നെ മറ്റൊരു ഫോഴ്സിൽ ഒബേ ചെയ്യണം എന്നില്ല. ക്ലിയർ? അപ്പോൾ അത് ഇടയ്ക്ക് എക്സാമിന് ചോദിക്കാം. എല്ലാ ഊർജ്ജ സംരക്ഷണ നിയമവും അല്ലെങ്കിൽ എല്ലാ സംരക്ഷണ നിയമങ്ങളും കൺസർവേഷൻ ലോസും എല്ലാ ഫണ്ടമെൻ്റൽ ഫോഴ്സിനും ഒരുപോലെ ബാധകമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, ബാധകമല്ല. ക്ലിയർ? ചില കൺസർവേഷൻ ലോസ് ചില ഫോഴ്സുകളിലാണ് പിന്നെ കൺസേർവ് ചെയ്യുന്നത്. ഓക്കെ, എല്ലാറ്റിലും ഒരുപോലെയല്ല. ബ്രാഞ്ചുകൾ പിന്നെ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാറുണ്ട് കേട്ടോ. അത് സാർ ആ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ചെയ്ത ഒരു വീഡിയോ വരുന്നുണ്ട്, ആ വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒപ്റ്റിക്സ് എന്ന് പറയുന്ന ബ്രാഞ്ച്, ഒപ്റ്റിക്സ് എന്ന് പറയുന്നത് എന്തിനെ പറ്റിയുള്ള പഠനമാണ്? ഒപ്റ്റിക്സ് ലൈറ്റ് ആണ് അല്ലേ. ലൈറ്റ് നിങ്ങൾ കേട്ടതാണല്ലോ അല്ലേ. ഒപ്റ്റിക് സ്റ്റഡി ഓഫ് ലൈറ്റ് ആൻഡ് ഇറ്റ്സ് ഫിനോമിന ആൻഡ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്, അതൊക്കെ വരുന്നതാണ് ഒപ്റ്റിക്സ്. ഇനി അതുപോലെ വൺ ഓഫ് ദി ബ്രാഞ്ചാണ് തെർമോഡൈനാമിക്സ്. തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത് ഹീറ്റ് എനർജിയായിട്ട് ബന്ധപ്പെട്ട ബ്രാഞ്ചാണ്. ദ സ്റ്റഡി ഓഫ് ഫ്ലോ ഓഫ് ഹീറ്റ് എനർജി ആൻഡ് ദ ഡിവൈസസ്. ഹീറ്റ് എനർജി ഉപയോഗിക്കുന്ന ഡിവൈസുകളും അതിൻ്റെ ഫ്ലോയൊക്കെ പഠിക്കുന്ന ഒരു ബ്രാഞ്ചാണ് തെർമോഡൈനാമിക്സ്. ഇനി ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത് ചാർജ് റെസ്റ്റിലാണെങ്കിൽ അത്തരം ചാർജുകളെ പറ്റിയുള്ള പഠനമാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്. ദ സ്റ്റഡി ഓഫ് ഇലക്ട്രിക് ചാർജസ് അറ്റ് റെസ്റ്റ്. ഇനി അത് തന്നെ ചാർജ് മോഷനിലാണെങ്കിൽ നമ്മൾ ഇലക്ട്രോ ഡൈനാമിക്സ് എന്നാണ് പറയുക. ഇലക്ട്രോ ഡൈനാമിക്സ്. ദ മൂവിങ് ചാർജ്, സ്റ്റഡി ഓഫ് മൂവിങ് ചാർജ് ആണ് ഇലക്ട്രോ ഡൈനാമിക്സ്. ഓക്കെ, ഇനി നിങ്ങൾ ഇലക്ട്രോണിക്സ് എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. ഇറ്റ് ഈസ് ആൻ എൻജിനീയറിംഗ് ബ്രാഞ്ച്. ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് എൻജിനീയറിംഗ് സ്കോപ്പുള്ളൊരു ബ്രാഞ്ചാണ്. അവിടെ നമ്മൾ പഠിക്കുന്നത് ഇലക്ട്രോൺസിൻ്റെ എമിഷൻ, അതിൻ്റെ കൺട്രോളിങ് ബിഹേവിയേഴ്സ്, പിന്നെ അങ്ങനെയുള്ള ഡിവൈസുകൾ, ഇപ്പോൾ ട്രാൻസിസ്റ്റർ, സെമി കണ്ടക്ടർ ഡയോഡ്, ഇതൊക്കെ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ബ്രാഞ്ചിലാണ് വരിക. ക്ലിയർ ആയോ? പിന്നെ ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജസ്, കറണ്ട് അല്ലേ, അത് നമ്മൾ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ബ്രാഞ്ചിൽ. ഇങ്ങനെ ഒരുപാട് ബ്രാഞ്ചുകൾ വരുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും ബ്രാഞ്ച് ചിലപ്പോൾ ചോദിക്കാം ഈ ഒരു ബ്രാഞ്ച് എന്തിനെ പറ്റിയുള്ള പഠനമാണോ, അപ്പോൾ അത് നമുക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. വളരെ ചെറിയൊരു ചാപ്റ്ററാണ്. അപ്പോൾ പരീക്ഷ ഓറിയൻറ്റഡ് ആയിട്ട് ഇതിലെ ചോദ്യങ്ങൾ മാഷ് വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ആ വീഡിയോയും കൂടെ ഇതിൻ്റെ കൂടെ കാണണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ക്ലാസ് നമുക്ക് ഇവിടെ നിർത്താം. ഓക്കെ, താങ്ക് യു.